ഇത്ര സന്തോഷമുള്ളൊരു വേദിയിൽ അപ്പയുടെ പാട്ടുകൾ പാടാനുള്ളൊരു അവസരം ഉണ്ടായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ അപ്പേനെ അറിയുന്ന ആൾക്കാർ, നമ്മളോട് ഈ പാട്ടുകളോടൊക്കെ ഒത്തിരി അടുപ്പമുള്ള ആൾക്കാരാണ് മുന്നിലുള്ളത്. അപ്പം ആ പാട്ടുകൾ ഒന്നാമത് ഈ അപ്പയുടെ പാട്ടുകളും അതേപോലെ അപ്പ ശേഖരിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ സാധാരണ ഒരു കൂട്ടായിട്ടാണ് നമ്മൾ പാടിയിട്ടുള്ളത്. അതേപോലെ അപ്പ തന്നെ എന്താ പറയാ, അത് അപ്പയുടെ ഊർജത്തിൽ കേൾക്കുമ്പം അതിന് വല്ലാത്ത നിറവാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പാടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പാട്ടുകൾ ഇവിടെ എന്തായാലും പാടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പയുടെ യാത്രകൾ തുടങ്ങണത് ശരിക്കും ഓർമ്മകൾ അധികം അപ്പ പറയാറുള്ളത് വയനാട്ടിലെ കാര്യങ്ങളാണ്, വയനാട്ടിൽ വന്നത് മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് തന്നെ അപ്പേൻ്റെ ഒരു യാത്ര തുടങ്ങണതിനെ പറ്റി അപ്പ എപ്പോഴും പറയുമ്പം ഈ വള്ളിയൂർക്കാവിനടുത്ത് മാനന്തവാടിയിലായിരുന്നു ആദ്യം അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് തുടിയുടെ ഒച്ച കേട്ടിട്ട് അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി പോവാണ്. ആ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി പോവുകയും തുടിയൊച്ച കേൾക്കുകയും അതിനോടൊപ്പം പിന്നെ പാട്ടുകൾ കേൾക്കുക, അതിനോടൊപ്പം ആളുകളെ പരിചയപ്പെടുക, അങ്ങനെയാണ് വയനാടിന്റെ ഒരു മണ്ണിലേക്ക് അപ്പ ബന്ധപ്പെടുന്നത്. പിന്നെ ശരിക്കും ഒരാളെന്ന് പറയുന്നത് ആ ഭൂമിക തന്നെ ആവണ പോലെയായിരുന്നു. അപ്പ എന്ന് പറയുന്നത് വയനാട് തന്നെയായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അപ്പേനെ ഏറ്റവും ഈ മണ്ണിലേക്കും അപ്പേന്റെ യാത്രയിലേക്കും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അടിയോരുടെ പാട്ട് പാടിയിട്ട് തുടങ്ങാം. അത് അപ്പ എഴുതിയ പാട്ടല്ല, ഞാൻ അങ്ങനെയും കുറച്ച് പാട്ടുകൾ ഈ കൂടെ പാടുന്നുണ്ട്. അത് അപ്പ ശേഖരിച്ചിട്ടുള്ള പാട്ടാണ്. എന്നാൽ പോലെ അത്രയേറെ തവണ നമ്മൾ പാടിക്കഴിയുമ്പോൾ അത് അപ്പയുടെ പാട്ടായിട്ട് തന്നെ മാറുന്നു. ഈ പാട്ട് അടിയോരുടെ കഥകളിൽ പാക്കത്തപ്പന്റെ കീഴിൽ മേലോരച്ഛനും കിയോരുത്തിയും അവരുടെ ആദ്യ കാരണവന്മാരിങ്ങനെ അടിമകളായിട്ട് വേല ചെയ്യാം. അപ്പൊ മേലോരച്ഛൻ പറയാ, കിയോരുത്തി നമുക്ക് പോവാം, നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കാട്ടിലേക്ക് ഒളിച്ചോടാം. അപ്പൊ കിയോരുത്തിക്ക് പക്ഷെ അവിടുത്തെ അടിമക്കൂടാണെങ്കിലും അവിടുത്തെ കുറെ സൗകര്യങ്ങളോട് ഇഷ്ടമായി പോയി. അപ്പൊ കിയോരുത്തി അറിയില്ല, എനിക്ക് ഇവിടുത്തെ വെള്ളി കുളം വേണം, വെള്ളി തീപ്പെട്ടി വേണം, വെള്ളി പാത്രങ്ങൾ വേണം, എനിക്ക് ദാഹിക്കുമ്പം കാട്ടുചോരയിലെ വെള്ളത്തിനൊക്കെ ഭയങ്കര മണാണ്, എനിക്ക് ഇവിടുത്തെ തന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു പാട്ടാണ്. ഒരുപക്ഷെ എന്നും ഇപ്പോഴും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകണമോ അതോ ഈ കുഞ്ഞു സൗകര്യങ്ങളിലേക്ക് നമ്മൾ എപ്പോഴും ഇങ്ങനെ തിരിച്ച് പോയി പോകുവാണോ എന്ന് ഉള്ളൊരു ചോദ്യം എന്നും പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. മാവേലിമൻ എന്ന നോവലിലേക്കും അപ്പ വരുന്നത് ഈ പാട്ടിലൂടെ തന്നെയാണ്. അപ്പൊ ഈ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം.